ഇപ്പോൾ സമയം വെളുപ്പിന് 4:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ പോകാൻ ഇറങ്ങുവാണ്. അപ്പം ഇനി ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്തു, കാറിലാണ് പോകുന്നത്. അപ്പം ശരി, ബൈ. പോരുന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഡിലേ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല ഇതുവരെയുള്ള യാത്ര. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ നല്ലൊരു സ്ഥലം നോക്കുവാണ്. പിന്നെ കുറച്ച് സ്നാക്സും അതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആർക്കും വിശക്കുന്നില്ല. ഇനി ഒരു നല്ല സ്ഥലം നമുക്ക് കയറണം. വീഡിയോ പിടിച്ചു വന്നിട്ട് ശങ്കരാചാര്യരുടെ ഞാൻ എൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ കോണി ഇങ്ങനെ സ്പൈറലില്ലേ, അങ്ങനെ കയറി സ്റ്റെയർ കേസ് പോലെ കയറി മുകളിൽ എന്തോ ഒരു പുള്ളിയുടെ രാവിലെ എത്ര മണി? 10 മണി 10:15 എന്തൊരു ട്രാഫിക്കാ. ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ ശങ്കര പബ്ലിക് സ്കൂൾ കാലടി. ഫുള്ള് ട്രാഫിക്കാ. തൃശ്ശൂർ എത്താറായി, പക്ഷെ നല്ല ട്രാഫിക്. കിയക്കുട്ടി നല്ല മടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാനൊരു 3:30 ആയപ്പോൾ വിളിച്ചെണീപ്പിച്ചത്. അവളാണ് കുറച്ച് നേരമൊക്കെ കിടന്നുള്ളൂ, എന്നാലും നല്ലൊരു ഉറക്കം ഉറങ്ങിയില്ല. അവൾ എപ്പോഴെത്തും സക്കു ബേബിയും ചോദിച്ചുകൊണ്ടിരിക്കുവാണേ. ഇത് ഞങ്ങൾ ഒരു നല്ലൊരു പാടമൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെ പോയി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു 2 ചുറ്റും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുത്തതാണ് വീഡിയോ. നമ്മൾ സാധാരണ ഹൈവേ കൂടെയല്ലേ, ഇപ്പം ഈ MC റോഡ് കൂടി അതുപോലെ ഗൂഗിളിങ്ങനെ ഇതിലേക്കോ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അന്നേരം ഒരു പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് നോരമായിട്ടൊരു റോഡിൽ കൂടെ കേട്ടോ, ഷോർട്ട് കട്ട്. പിന്നെ നമുക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല. വണ്ടി ഫ്രണ്ടിൽ നിന്ന് കുറേ വണ്ടി, അവരെല്ലാം ഇതുപോലെ ഗൂഗിൾ മാപ്പ് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കുറേ ദൂരം റിവേഴ്സ് എടുത്താണ് വന്നത് പിന്നെ ആ റോഡ് മാറി വേറെ വഴി കൂടെ പോയി. ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസാണ് കൊണ്ടുപോകണത്. പക്ഷേ നമ്മൾ കാറൊക്കെയാണ് കൊടുത്തിരുന്നത്, എന്നിട്ടും ആ കുഞ്ഞ് റോഡിൽ കൂടെ കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പറ്റിയ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും തിരിച്ച് വണ്ടി എടുത്തു വേറെ വഴി കൂടെ പോയി. തൃശ്ശൂരായിരുന്നു തോന്നുന്നത്. കുറേ നേരമായി ഞങ്ങൾ വിശന്നിരിക്കുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. ചെറിയ ചെറിയ കഫേ ഉള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, കാരണം ഇനിയും ഒത്തിരി ട്രാഫിക് ആയിരുന്നേ. അപ്പം ഇനിയും ബ്ലോക്ക് ആവൂലേന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നടന്ന് കാണുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ കോട്ട് വേവ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്.
ഞങ്ങൾ നല്ല വിശന്ന് കയറിയത് അവിടെ മന്തി എന്ന് എഴുതി വെച്ചപ്പോൾ കിത്തൂരിന് മന്തി ഭയങ്കര ഇഷ്ടം. അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം മന്തി 1 hour ഡിലേ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബിരിയാണി വാങ്ങിച്ചു. കിത്തൂട്ടൻ പോർക്ക് ബിരിയാണി, കീക്കുട്ടിക്ക് ചിക്കൻ ബിരിയാണി. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് സെർവ് ചെയ്യുവാണേ. അന്നേരം കീക്കുട്ടിക്ക് അതിലെ പീസ് ഇഷ്ടപ്പെട്ടില്ല, സ്പൈസിയാണ്, ചോറ് മാത്രം മതിയെന്നൊക്കെ പറഞ്ഞ് കീക്കുട്ടി. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കുവാണ്. കുറച്ചൊക്കെ കഴിച്ചുള്ളൂ. ഞാൻ വഴക്ക് പറഞ്ഞ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുക, വേഗം പോകണമെന്ന് പറഞ്ഞ്. പിന്നെ അവളുടെ ബാക്കിയും കൂടെ ഞാൻ കുറച്ചുകൂടെ അവനെ കൊണ്ട് കഴിപ്പിച്ചു. അവനും അത്ര വലിയ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാലും വിശന്നിരുന്നുകൊണ്ട് കഴിച്ചു രണ്ടാളും. എനിക്ക് വന്ന താലി മീൽസ് ആയിരുന്നു കേട്ടോ. ആ ഫിഷ് കറി ഇച്ചിരി സ്പൈസി ആയിരുന്നാലും കൊള്ളായിരുന്നു. പിന്നെ 1-2 കറി കഴിച്ച് അത്രയൊന്നും പോരായിരുന്നു. പിന്നെ വിശന്നിരുന്നുകൊണ്ട് കഴിച്ചു. ഹലോ, ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇപ്പം 1:30 കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. കിത്തൂട്ടിന് നമ്മുടെ പോർക്ക് ഭയങ്കര ഇഷ്ടം. എന്തായാലും കിത്തൂട്ടി ട്രിവാൻഡ്രത്ത് നിന്ന് പോർക്ക് വന്നിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ പോർക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. കിത്തൂട്ടൻ പോർക്ക് ബിരിയാണി കഴിച്ചു, കീക്കുട്ടി ചിക്കൻ ബിരിയാണി ഹാഫ് കഴിച്ചു. പിന്നെ ഞാൻ മീൽസാണ് വാങ്ങിച്ചു കേട്ടോ. മീൽസ് നമ്മുടെ ട്രിവാൻഡ്രം സദ്യ പോലെയല്ല, 10 കറി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട മീൻ കറി കുറച്ച് എരിവ് കൂടുതലായിരുന്നു, പക്ഷെ കൊള്ളാം, പൊളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മധുരക്കറി, അതിനൊരു കെമിക്കൽ ടേസ്റ്റ് എന്താണോ അതിനൊരു ഇത്. പിന്നെ നമ്മുടെ പുളിയിഞ്ചി നല്ല ടേസ്റ്റ്, നല്ല മധുരമൊക്കെ ഉള്ള നല്ല പുളിയിഞ്ചി ആയിരുന്നു. പിന്നെ നല്ല ചമ്മന്തി, തോരനും കൊള്ളാം. അപ്പം ഇത്രയും കൂട്ടി ഞാൻ ചോറിന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നല്ല പായസം, പിള്ളേർക്ക് വെച്ചേട്ടൻ വലിയൊരു ബൗളി പായസം തന്നു, കുഴപ്പമില്ലായിരുന്നു. എന്നാലും അത്ര ഭയങ്കര റേറ്റും ഇല്ല, എന്നാൽ നല്ലതാണ്. 3 സ്റ്റാർ ഹോട്ടലൊക്കെയാണ്, പക്ഷെ അതിന്റെ റെസ്റ്റോറൻറ്റ് അത്ര കത്തിയൊന്നുമല്ല, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഹലോ, ഞങ്ങൾ മലപ്പുറം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാന്ന് വെച്ച് കാലും ഒന്ന് താഴെ നടക്കുമ്പോൾ ഒരു റിലാക്സ് ആവുമല്ലോ. ഭയങ്കര ട്രാഫിക്കായിരുന്നു, ചവിട്ടിയാണ് വന്നത്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോണേ. ഞങ്ങൾ വലിയ ബോർഡൊക്കെ കണ്ട് കയറിയതാണ്. ഒന്നിനും കൊള്ളൂലായിരുന്നു. മധുരത്തിൽ കുളിച്ച ചായ, കോഫിക്കും ഭയങ്കര മധുരമായിരുന്നു, കൊള്ളൂലായിരുന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവുമല്ലോ എന്നോർത്ത് കയറിയതാണേ. ഇനിയിപ്പോൾ പോകുക. ഇനി 6:30 ആകുമ്പോൾ കൽപ്പറ്റ എത്തുകയുള്ളൂ. ഭയങ്കര ട്രാഫിക്കാണേ. അപ്പം ഞങ്ങളിനി ചുരം കയറുമ്പോൾ കാണിക്കാം. വയനാട് കാണാൻ വരുന്ന ആൾക്കാർ ഇനിയിപ്പോൾ കുറച്ച് ദിവസം വിഷു നിനക്ക് വെക്കേഷൻ ഉള്ളതുകൊണ്ടേ വണ്ടി അനങ്ങുന്നില്ല. വയനാട് കാണാൻ വന്ന ആൾക്കാരുടെ ക്യൂ ഉണ്ടോ? പണ്ടൊക്കെ ചുരത്തിലുണ്ടായിരുന്നുള്ളൂ ബ്ലോക്ക്, പിന്നെ ഇങ്ങ് വരുമ്പോൾ പോകും. ഇപ്പോൾ കണ്ടോ, ഫുള്ള് ടൂറിസ്റ്റുകളാണ്. അങ്ങനെ ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. പാവം എല്ലാവരും കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഡാഡി വെളിയിലുണ്ട്, സപ്പോർട്ടില്ലെന്നോ. Ba, tayo, Cheramba.
അങ്ങനെയല്ല, അത് ഊരി കിടക്കും. ഇത് കണ്ടോ, സ്കൈ ഒക്കെ ഉണ്ടോ? സ്കൈ സ്കൈ എന്താണ് സ്കൈ ബേബി. പോവാം. പിന്നെ അവന്റെ മുടിയിൽ തൊപ്പിന്റെ കുറവുള്ളൂ. തൊപ്പി ഇങ്ങനെ തെറിച്ചേക്ക്. കിത്തൂന് ഒരു ഫാനും കൂടി ആയി. ഹണി, രാഗിയുടെ വീട്ടിലെല്ലാരും പറഞ്ഞു അവന്റെ മുടി അടിപൊളിയാണ്, സ്റ്റൈലായിട്ട്. ഹണിയും ബിനും നിങ്ങളൊക്കെയാണ് സപ്പോർട്ട്. എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പോവുക. ഇത് ഞങ്ങൾ ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ. മമ്മിയൊക്കെ രാവിലെ പോയി, ഞങ്ങളെല്ലാവരും കൂടെ പിള്ളേരും എല്ലാം ആയിട്ട് പള്ളിയിൽ പോവാം. അത് വേണ്ട. എന്നാലും നിർത്തട്ടെ. ആ ആലപ്പുഴ ജിംഖാന കാണാൻ പോണേ. എനിക്ക് ബസ്സൊക്കെ കാണാനാണ്, ജിംഖാന കാണണം ആദ്യം. അപ്പം അതിന് പോണേ. ഫാൻ ഫാൻ ഫാൻ. സപ്പോസ് സ്പൈഡർ അവിടെ. സ്പൈഡർ സ്പൈഡർ സപ്പോസ് സ്പൈഡർ അവിടെ. അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങി ഇത് തുടങ്ങാൻ പറഞ്ഞു. അയ്യോ തുടങ്ങാറേ. ഞങ്ങളിതാ സ്നാക്സ് ഒക്കെ വാങ്ങി. കണ്ടോ?